മല്ലു ഇൻ ബംഗളൂരുവിൽ ഞാൻ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ നമ്മൾ ഫുഡ് കൊടുത്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കണം അല്ലേ, അല്ലെങ്കിൽ എന്താണ് ചില സമയത്ത് നമ്മൾ അപ്സെറ്റ് ആവുന്നതും ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും ഭക്ഷണത്തോടു കൂടി തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ റൈറ്റ് നൗ ഞാൻ നിൽക്കുന്നത് ഗാന്ധി ബസാറിലാണ്. സോ റൈറ്റ് നൗ ഞാൻ എന്താണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണ്ടേ? അപ്പം ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു സാധനമാണ്, ഇതെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയേ പറ്റൂ എന്നുള്ളത്. ഹോളിക എന്നാണ് സംഭവത്തിൻ്റെ പേര്. ലെറ്റ് മീ ആസ്ക് ഹിം. അണ്ണാ ഹോളിക ഇതെയാ? ഇതേ. അപ്പം എന്തായാലും സംഭവം ഇവിടെ ഉണ്ടെന്നാണ് പറയണേ. ഇനി എൻ്റെ ഗുരുവിനെയാണ് വിളിക്കാൻ പോകുന്നത്. പ്രൊഡ്യൂസർ സംഭവം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇതാണ്, കണ്ടോ? സ്മെൽ സോ ഗുഡ്. നോക്കട്ടെ, കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സത്യത്തിൽ ഗീ ഉണ്ട്, തേങ്ങയുടെ കോക്കനട്ടിൻ്റെ ഫ്ലേവറാണ്. നമ്മൾ കോക്കനട്ടിൻ്റെ ആയിരുന്നു ഓർഡർ ചെയ്തതെന്നാണ് അല്ലേ പ്രൊഡ്യൂസർ? അല്ലേ? അതേന്നാ പറയുന്നത്. അപ്പം ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഗുഡ് ചോയ്സ്. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ അധികം നേരം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറും തല്ലും ക്യാമറമാനും തല്ലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് അവർക്ക് കൊടുക്കാറ്. അല്ല, പെട്ടെന്ന് തന്നെ കിട്ടി. 3 സാൻഡ്വിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആൾ 3 ബെസ്റ്റ് എനിക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇത് പനീറാണ്, ഇത് ചീസ്, ചില്ലി. ഓക്കെ, ചില്ലി സാൻഡ്വിച്ച് ആണ്. സോ ഞാനത് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ദിസ് ഇസ് ചീസ് സാൻഡ്വിച്ച് ആണ്, അടിപൊളി. എനിക്ക് സത്യത്തിൽ എൻ്റെ പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് പാവം തോന്നുന്നു. അദ്ദേഹം കഴിക്കാനും പറ്റില്ല, എവിടെ വെക്കാനും പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ടമ്മിയൊക്കെ ഭയങ്കര ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. സാൻഡ്വിച്ച് കഴിച്ചു, അതുപോലെ തന്നെ ഹോളിഗെ കഴിച്ചു. അപ്പോൾ പറ്റാവുന്ന കന്നഡയിലൊക്കെ ഞാനിങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. എനിക്ക് എന്തായാലും ഈ സംഭവം ഇവിടെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ക്രൗഡ് ഉണ്ട്, എന്നാലും അത്ര വലിയ റഷ് ഇല്ല. മേ ബി ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നാണ് പറയണേ. സോ എന്തായാലും ബാംഗ്ലൂർ വരുന്നവർ ഗാന്ധി ബസാറിൽ പോകാൻ പാടില്ല. അപ്പോൾ ഇനി ഇവിടെ എന്താ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. സസ്പെൻസ്. സ്നേഹ സിൽക്ക്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പൂക്കൾ കിട്ടുന്നുണ്ട്, വെജിറ്റബിൾസ്. അപ്പുറത്തെ സൈഡൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ വെജിറ്റബിൾസ് ആണെന്നാണ് പറയണേ. അപ്പം നമുക്ക് നോക്കാം. ಎಷ್ಟು ಅಕ್ಕ? 120 ಇದಕ್ಕೂ 150. ಚೆನ್ನಾಗಿದೆಯಾ? കന്നഡയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൽ ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടത്? ഇതിൽ ഒരുപാടുണ്ട്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അക്ക എനിക്ക് ഇതാ കാണിച്ചു തരാണ് മോളെ ഇത് ചേരുന്നുള്ളതൊക്കെ. എങ്ങനെയുണ്ട്? ഒരുപാട് ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ തോന്നുന്നു ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഒരു ദിവസം മൊത്തമൊന്നും ഇത് ഹാൻഡിൽ ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും താങ്ക്സ് അക്ക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധി ബസാറിൻ്റെ സർക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഒരുപാട് പൂക്കളൊക്കെ കാണാൻ പറ്റും. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് കുട്ടി കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ കുഞ്ഞു ഷോപ്പുകൾ സൈഡിലൊക്കെ കാണില്ല, അതുപോലെയാണ്. ബട്ട് ഇറ്റ്സ് കുറച്ച് ക്രൗഡഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്താണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി കുട്ടി ഷോപ്പുകൾ എനിക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തുള്ളൊരു കാര്യമാണ്, ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഗാന്ധി ബസാർ വരാണ്ട് പോകാൻ പാടില്ല. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് റിലീജിയസ് മുതൽ നമുക്ക് ഒരുപാട് എന്താ പറയുക പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഈ സൺഡേയ്സ്, വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ മൊത്തം ഇവിടെ റഷ് ആയിരിക്കും. എസ്പെഷ്യലി വിമൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് കടകൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും ലെറ്റ്സ് ഗോ. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ചെറുതായിട്ട് കണ്ണുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ ഡ്രസ്സുകളോടും അതുപോലെ തന്നെ എന്തുകളോടും. ഇവിടെ കുറേ ചെരുപ്പുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരാളെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, കന്നഡ ಬರ್ತಾ? പക്ഷെ എനിക്ക് വരില്ല, അതാണ് പ്രശ്നം ഇവിടെ. അപ്പോൾ
എന്താ ഞാൻ ചോദിക്കണ്ടേ, ഇവിടെ ആർക്കാണ് കന്നഡ അല്ലാണ്ട് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഞാൻ മലയാളികളൊക്കെ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവരും പറയുന്നത് മലയാളികളെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും മലയാളികളെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് അധികം മലയാളികളെ കാണാൻ പറ്റുന്നില്ല. ഞാൻ മാത്രം ഇവിടെ എല്ലായിടത്തും എല്ലാവരുടെ അടുത്തും മലയാളം സംസാരിച്ച് നടക്കുന്നുണ്ട്. അതാണല്ലോ മലയാളികൾ, നമ്മൾ എവിടെ പോയാലും അവരെ മലയാളം പഠിപ്പിക്കും. അപ്പോൾ ഒരു ടങ് ട്വിസ്റ്റർ പഠിപ്പിച്ചാലോ? അത് ശരിയാവില്ലേ? Are you ready? Yeah. Sure? Yeah. This is Malayalam. It's very difficult. Okay? Okay? വണ്ടി കുന്നിൽ കയറി, കുന്ന് വണ്ടിയിൽ കയറി. Okay, come on. Let's do it. വണ്ടി. Repeat once. വണ്ടി കുന്നിൽ കയറി, കുണ്ടിൽ കയറി, കുന്ന് വണ്ടിയിൽ കയറി. എല്ലാരും നോക്കുന്നുണ്ട്. വണ്ടി കുന്നിൽ കയറി, കുന്ന് വണ്ടിയിൽ കയറി. Okay, you are passed. Okay, congratulations. ಜಾಸ್ತಿ ಸೇಲ್ ಆಗೋದು ಯಾವುದು? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരാളെടുത്ത് ചോദിച്ചേട്ടാ. ಜಾಸ್ತಿ ಸೇಲ್ ಆಗೋದು ಯಾವುದು? ಆನ್ಸರ್ ಏನು പറയൂ. ಫ್ಲಾಟ್ ಸೇಲ್, ಶೂಸ್, ಕ್ಲಾತ್ಸ್ ಎಲ್ಲ ಸೇಲ್ ಆಗ್ತಾ ಇದೆ ವಾಷಿಂಗ್. എല്ലാം ഷൂസ് അതുപോലത്തെ കാര്യങ്ങളാണ് എല്ലാം പോകുന്നത്. അവിടുന്ന് ഹൈ ഹീൽസ് എന്നൊക്കെ മനസ്സിലായി. ಗೊತ್ತಾಯ್ತು. അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സെയിൽസ് നടക്കാണ്. അപ്പൊ ഗാന്ധി പേരെന്താന്ന് എങ്ങനെ ചോദിക്കാം? ಹೆಸರೇನು? ಮೊಹಸಿನ್ ಪಾಷಾ. നല്ല മാസായിട്ടുള്ള ഒരു പേര്. അതെ, പാഷ. അപ്പൊ എന്തായാലും നല്ല ഭയങ്കര മാസായിട്ടുള്ള പേരാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ മലയാളികൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ എന്തായാലും പ്രത്യേകിച്ച് വരണം കേട്ടോ. ആൻഡ് ബിക്കോസ് ഓൾ ദ പീപ്പിൾ ഹിയർ ആർ റിയലി നൈസ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. വെൽക്കം. ഓക്കെ, ഒരു തംസ് അപ്പ്. തുണിക്കടകളാണ് കൂടുതൽ മെയിൻലി ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ പരിപാടി നടക്കണേന്നുള്ളത് കേട്ടോ. സോ എനിവേസ് വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് ഭയങ്കരമായിട്ട് ഇവിടെ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഭയങ്കര കുറവ് പ്രൈസിനാണ് പറയുക. ഇപ്പോൾ നമ്മൾ ബ്രിഗേഡിലും ചേർച്ചിലൊക്കെ നമ്മൾ മുന്നേ പോകുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് നല്ല പ്രൈസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള തുണിക്കടകളൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഈ ഒരു ഭാഗത്ത് പേഴ്സണലി ഫീൽ ചെയ്തത് കുറച്ച് കമ്മിയാണ് പ്രൈസ്. സോ ഡെഫിനറ്റ്ലി ഷോപ്പിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ വരാണ്ട് പോകരുത് കേട്ടോ. എനിവേസ് ലെറ്റ്സ് എക്സ്പ്ലോർ മോർ. നോ, കം ഓൺ. നടക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കട കണ്ടു. ഈ കുട്ടിക്കടയിൽ ഒരാൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ആൾ ലൈം സോഡ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നോക്കാം. പക്ഷെ എനിക്ക് എല്ലാവരും ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് പതുക്കെ സ്കൂട്ടായി തുടങ്ങിയത്. പക്ഷെ ഇവിടെ നല്ല റഷുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ലൈം സോഡ കുടിച്ചിട്ട് നോക്കാം. മൂരു സ്വീറ്റ് ലൈം സോഡ. നടന്ന് വയ്യാണ്ടായി. പിന്നെ ഒരു സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ ആളുടെ ഒരു ഗെറ്റപ്പ്. ഞാനിവിടെ കയറാനുള്ളൊരു കാരണമുണ്ട്. ആൾ നിൽക്കുന്ന കാണുമ്പോൾ ഫുള്ള് നല്ല ഷോർട്ടും നല്ല പാൻസൊക്കെ ഇൻസൈഡ് ചെയ്തിട്ടാണ് ആൾ നിൽക്കുന്നത്. ആ വെൽ പ്രസൻറ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഇനി സോഡ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, ഫൈനലി കിട്ടിയിരിക്കുകയാണ്. ലെറ്റ് മീ ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, ഈ ഒരു ചൂടില് നടക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം. അടിപൊളി. ഞാനിത് എക്സാജറേറ്റ് ചെയ്യാനല്ല, ഇറ്റ്സ് ഗുഡ്. നമ്മൾ ഈ നടക്കുന്ന സമയത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്തുണ്ടല്ലോ, കുടിക്കട്ടെ. മസ്ത്. എനിക്ക് ഈ സമയത്ത് എന്താ തോന്നുന്നതെന്ന് അറിയോ? ഒന്ന് റിലാക്സ് ചെയ്യാൻ. അടിപൊളിയാണ്. ഇതും പിടിച്ച് നമ്മൾ സൈഡിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇങ്ങനെ അവസാനം നടന്ന് ഞാൻ ഇത്തിരി ഒന്ന് ക്ഷമിച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഒന്ന് തണല് എവിടെ ദൈവമേ എന്നിങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗുഡിയാണ്. ഗുഡി മീൻസ് ടെമ്പിൾ, അമ്പലമാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ നടന്നു വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താണ് ഇവിടെ മാത്രം ഒരു പോസിറ്റിവിറ്റി, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൈബാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഇതൊരു പാർക്കാണ് നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് നന്ദി ടെമ്പിൾ ആണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരുപാട് ബിലീഫ്സ് ഉണ്ട്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഇവിടെയുള്ള നന്ദിക്ക് നമുക്ക് ഇവിടെ ഒരു മല പോലെയാണ്, അതിന് മുകളിലായിട്ടാണ് ഈ നന്ദി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിലിങ്ങനെ വളർന്ന് 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 വരും എന്നാണ് പറയുന്നത്. ആ ഒരു കല്ല് അല്ലെങ്കിൽ നന്ദിയുടെ ആ ഒരു ഇത് വളർന്ന് വളർന്ന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലൈക്ക് ഒരുപാട് ഒരുപാട് ബിലീഫ്സ് ഉണ്ട് ഇവിടെ. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു പോസിറ്റിവിറ്റി ഐ ക്യാൻ ആക്ച്വലി ഫീൽ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ അമ്പലത്തിൽ കയറാണ്ട് പോകരുത്. ഓക്കെ, അമേസിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നോക്കാനുണ്ട്, കാണാനുണ്ട്, ഗാന്ധി ബസാറിൽ കാണാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ രണ്ട് സുന്ദരി കുട്ടികളെ കണ്ടു. അപ്പം ഞാൻ എന്തായാലും ഇവരെ പിടിച്ചു നിർത്താമെന്ന് മനസ്സിലാക്കി. അപ്പം ഞാനിങ്ങനെ സംസാരിക്കും, ഇവരെന്നെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ മലയാളീസാന്നു. അല്ല, യു ആർ കന്നഡിഗാരെ ആൻഡ് യു ആർ മാർവാടി. ഒന്നും മനസ്സിലായിട്ടില്ല, ബട്ട് സ്റ്റിൽ എന്തോ ഒരു സന്തോഷം. സോ വാട്ട്സ് യുവർ നെയിം? Yashaswini. Yashaswini. Yours? Krishna. Krishna. Okay. So where do you guys stay here? I stay near Kanakpura and she stays near Vivipuram. Vivipuram, no? Okay, all right. So I was just exploring this area. So just give me a suggestion to which place do I have to really go explore in this area? Like which is your favorite part here? For me personally, it is Vivipuram Food Street. Okay. Yeah, about this particular area, this area is very famous for clothes. Like Clothes. Yeah. So women who wants to come here, especially, how is the rate and everything here? Rate is like the same as commercial street or any other place, but it's really nice here. Okay. Good quality, and you get like silk sarees, you get kurtas, chicken curry work there. Yeah, you get all of that. So what are you here for right now? I saw you guys are modern gift center you were going. So what do you want to buy today? We were just checking for artifacts and handbags. Oh. So what do you guys do? We both are students. Okay. Where are you studying? JN University. Jain University. What do you study now? BSc Forensic Science. They're students, okay. അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയൊരു റിസ്ക് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. Can you guys just teach me something? So basically I am new to Bangalore. So I'm just learning, okay, Kannada. So is there any phrase or anything you can teach me if I go to like some random place? If I have to speak to them, so is there anything you can teach me right now? Yeah, after every sentence, you need to add macha. Yes, macha. That is nice. Macha, okay. Then anything? If you are asking something, you can be like Yashtidu. Oh, I know that. Yeshtidu. Anything else? Something where you know, very Kannadigas who speak like local Kannada. No, where are you and all? What will say? Ellidiranna. Yellidira. Elinda. Oh, she told me. she doesn't actually know. knows. Okay. Yeah, it's fun. It's fun. So, is there anything else you can? Any tongue twister or anything? Kappu Kumkuma, Kempu Kumkuma. Okay, so basically Kappu means black. ഞാൻ മലയാളം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരുന്നു, അതുപോലെ ഇതാ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കമ്മിക. Kappu Kumkuma. കപ്പു കുംകുമ. You know Kumkuma, right? Yeah, kumkumam. Yeah. And Kempu Kumkuma. It is basically black kumkum and red kumkum. Okay. Kappu kumkuma, Kempu Kumkuma. kempu kumkuma. Yeah. Kappu kumkuma, kempu kumkuma. I am good. Kappu kumkuma, kempu kumkuma. Faster. Okay. Kappu kumkuma, kempu kumkuma. Kappu kumkuma, kempu kumkuma. Am I saying it right? Okay. Thank you so much, guys. Thank you very much for your time and teaching me a tongue twister. I'll just take it on some other mallus. Okay? Yeah. Thank you so much, guys. Thank you. Bye. Bye. ಆಂಟಿ ಚೆನ್ನಾಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದೆ. ಇದಕ್ಕೆ ಎಷ್ಟು ಆಂಟಿ? 1/4 kg 100 ರೂಪಾಯಿ ಎಲ್ಲ ಥರ. ಸಾಮಂತಿಗೆ ಜಾಸ್ತಿ ಹೋಗುತ್ತೆ, ಮಲ್ಲಿಗೆ ಜಾಸ್ತಿ ಹೋಗುತ್ತೆ, ಸಾಯಂಕಾಲ ಗಿರಾಕಿ ಜಾಸ್ತಿ ಬರುತ್ತೆ. പേരെങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കുക കന്നഡയിൽ? അസറേനല്ലേ? ಸಸಿಕಲ. സസികല. സൂപ്പർ നെയിം. ഓക്കെ, ബൈ ആന്റി. ബൈ. ഫുള്ളെന്ന് പറഞ്ഞാലുണ്ടല്ലോ ടമ്മി ഫുള്ളായിരിക്കുകയാണ്. ബിക്കോസ് യു നോ വൈ? ഞാനിപ്പോൾ നിൽക്കുന്നത് വിദ്യാർത്ഥി ഭവനിലാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം കാലത്ത് 4 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും, അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു കുറച്ച് സമയം അതിന് ഓഫായിരുന്നു. 2 മണിക്ക് വീണ്ടും ഓപ്പൺ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഓടി വന്നതാണ്. കാരണം
ക്യൂ ആണ്. ഇവിടെ നിന്നിട്ട് 1-2 മണിക്കൂറൊക്കെയാണ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ വിചാരിക്കായിരുന്നു ഇപ്പോഴും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദോശകളൊക്കെ കുറിച്ച് കേൾക്കാറില്ലേ, ഇവിടെ കിട്ടുന്നത് ഈ ഒരു ക്യൂവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ടെന്നോ. ജസ്റ്റ് ദോശ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ ഗാന്ധി ബസാറിൽ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു ഹാവ് ടു കം ഹിയർ. വന്നിട്ട് എന്തായാലും ഒരു വട്ടെങ്കിലും ഈ വിദ്യാർത്ഥി ഭവനിലത്തെ ദോശ കഴിച്ചു നോക്കണം എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് കേട്ടോ. എനിവേസ് നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഐ വിൽ ബി ബാക്ക് വിത്ത് യു ഓൾ. Until then, this is me, Sneha, on Maluvin, Bengaluru. Bye-bye. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.